മിഷൻ 60യുടെ 25-ാം ദിവസമായ ഇന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് മണ്ഡലത്തിലെത്തും. അദ്ദേഹത്തെ യാതൊരു കാരണവശാലും മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല. അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ നശിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന് പ്രതിജ്ഞയെടുത്തിരുന്നവർക്ക് ചുട്ട മറുപടിയുമായി രാഹുൽ ഇന്ന് മണ്ഡലത്തിലെത്തും. പാലക്കാട്ടെ ജനങ്ങൾ ആ നിമിഷവും കാത്ത് ഇരിക്കുകയാണ്. നമുക്കറിയാം, ITV ന്യൂസ് ആരംഭിച്ച മിഷൻ 60യുടെ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ ഇപ്പോഴും ഇടതടവില്ലാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട്ടെ വോട്ടർമാരുടെ, പാലക്കാട്ടെ ജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അവർ വളരെ ആവേശത്തോടെ രാഹുലിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് നമുക്കാദ്യം US നിന്നും ഡോക്ടർ തോമസ് വിളിച്ചത് കേൾക്കാം. പാലക്കാട്ടെ ജനങ്ങളോട്, നമ്മളിവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് അദ്ദേഹത്തിന് പറയുവാനുള്ളതൊന്ന് കേൾക്കുക. വളരെ സ്നേഹപുരസ്കരമായ ഒരു ചിന്തകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇതൊരു ഉപദേശമോ ഒരു നിർദ്ദേശമോ ഒന്നുമല്ല. ഒരു വിദേശ മലയാളിയുടെ, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, നമ്മുടെ നാട്ടിൽ നന്മ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയുടെ ചിന്തകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ ഡോക്ടർ തോമസിൻ്റെ ആ വാക്കുകൾ കേൾക്കാം. പാലക്കാട്ടുകാരോട് സ്നേഹപൂർവ്വം എടുത്തതായ തീരുമാനം AICCയുടെ അംഗീകാരം ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളെല്ലാം നടന്ന ഒറ്റ ദിവസം കൊണ്ടാണെന്ന് ആലോചിക്കണം. ശരി, ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് എന്തെങ്കിലും സോളിഡ് പ്രൂഫ് കൊടുത്തോ? ഇല്ലല്ലോ. ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തകരുകയായിരുന്നു. ആ മനുഷ്യനെ, അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തകർത്ത് കളയായിരുന്നു ആ പെൺകുട്ടിയുടെ ഇതായിട്ടുള്ള പ്രസ്താവന. അവർക്ക് പറയാം, അവർക്ക് റൈറ്റ് ഉണ്ട്. ഇദ്ദേഹം എന്തെങ്കിലും ഹരാസ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസ് ചെയ്തെങ്കിൽ അത് അവർക്ക് പോയി പോലീസിൽ പറയാം, എവിഡൻസ് കൊടുത്താൽ മതി. അന്വേഷണം നടത്തി അവർ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമല്ലോ. അതിന് പകരം മീഡിയയുടെ മുമ്പിൽ വന്ന് എന്തിനായി ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രൂഫ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവർ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പം ആ ക്രൈംബ്രാഞ്ച് തന്നെ മീഡിയയിൽ ന്യൂസ് കേൾക്കുന്നു, അവർക്ക് തന്നെ വേണ്ടവണ്ണം പ്രൂഫ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ സാക്ഷിയാക്കുമെന്ന്. അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടിയുടെ കയ്യിൽ വേണ്ടതായിട്ടുള്ള തെളിവുകളില്ല. അതുമാത്രമല്ല, കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. എന്നാൽ പിന്നെ എന്തിനായി മീഡിയയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ? അതൊരു അജണ്ടയുടെ ഭാഗമല്ലേ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഫോൾസായിട്ടുള്ള ഇൻഫോർമേഷൻ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും പറഞ്ഞിട്ടുണ്ട്. സെക്ച്വൽ അബ്യൂസിങ്, അതിൻ്റെ അബ്യൂസിങ്ങിനെ കുറിച്ചുള്ള ആ പരാതി പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള സോളിഡായിട്ടുള്ള പ്രൂഫില്ലാതെ ഒരാളെ ഹാം ചെയ്യാൻ വേണ്ടി, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നതെങ്കിൽ അത് ക്രൈമാണ്, തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നമ്മുടെ കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മീഡിയ ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളാണെങ്കിലും. പ്രത്യേകിച്ച് IPC സെക്ഷൻ 500/499 അത് വാലിഡായിട്ട് ഞാൻ അഡ്വക്കേറ്റ് അല്ലെങ്കിലും റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. IPC സെക്ഷൻ 500/499 ഈ വകുപ്പുകളൊക്കെ അനുസരിച്ച് ഒരാളെക്കുറിച്ചുള്ള ഒരു ആരോപണം പറയുമ്പം തെളിവില്ലാതെ പബ്ലിക്കലി പറഞ്ഞാൽ ആ വ്യക്തിത്വം പൂർണ്ണമായിട്ട് അതിന് ക്ഷത കേൾക്കുകയാണ്. അത് തെറ്റാണെന്നാണ് കോടതികൾ പറഞ്ഞിരിക്കുന്നത്. ആർക്കും പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ അവകാശത്തെ നമ്മൾ മാനിക്കുന്നു, പരാതി കൊടുക്കണം. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ പബ്ലിക്കലി വന്നൊരു കാര്യം പറയുമ്പോൾ അതിന് പ്രൂഫില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്നതാണ് രാഹുലിന്. രാഹുൽ എന്താ അത് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല, ചെയ്യുമായിരിക്കും. ആ മേളിൽ പറഞ്ഞ വകുപ്പുകൾ പോലെ തന്നെ IPC സെക്ഷൻ 211 അനുസരിച്ചും ഫാൾസ് ഒഫൻസ്, ചാർജ് ഓഫ് ഒഫൻസ്, ഒരാൾ തെറ്റ് ചെയ്തെന്നുള്ള പ്രൂഫില്ലാതെ, സോളിഡായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അദ്ദേഹത്തിന് ആരോപണം പരസ്യമായിട്ട് ഉന്നയിക്കുവാനായിട്ട് പാടില്ലാത്തതാണ്. അവിടെ പിന്നെ അഡ്വക്കേറ്റ് ശിവശങ്കറൊക്കെ വന്നിരുന്ന്, ഏഷ്യാനെറ്റിൽ വന്നിരുന്ന്, പൊടിപ്പാറ ഇവരെല്ലാം വന്ന്, റോയ് മാത്യു ഇവരെല്ലാം VD സതീശന് അനുകൂലമായിട്ടും കേരളം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടാണ്, ലോകം മുഴുവൻ.
പക്ഷേ ഏഷ്യാനെറ്റിൽ വന്നിരുന്ന് പൊടിപ്പാറയെ പോലുള്ള ആളുകൾ അഭിപ്രായം പറയുമ്പോൾ VD സതീശന് മാത്രം അനുകൂലമായിട്ട് പറയുന്നത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ശിവശങ്കർ പോലും ഇത്രയും വകുപ്പുകൾ കാര്യങ്ങൾ കിടന്നിട്ട് അവരാരും ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഇപ്പം ഈ മീഡിയയിൽ കൂടെ വന്ന കാര്യങ്ങൾ കേട്ട്, അല്ലെങ്കിൽ ഈ VD സതീശൻ മകളെപ്പോലെ കാണുന്ന ആ പെൺകുട്ടി വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം മീഡിയ റിപ്പോർട്ടർ TVയും 24ഉം വാർത്ത അയക്കപ്പോൾ ഒരു പോലീസ് എൻക്വയറി അല്ലല്ലോ, FIR ഇട്ട് അന്വേഷിക്കുകയല്ലല്ലോ ചെയ്തത്, ക്രൈം ബ്രാഞ്ചിനെ ഗവൺമെൻറ് ഫോം ചെയ്തു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. നിയമസഭയിൽ തന്നെ MLA ഇരിക്കുകയാണ്, മുകേഷിനെ പോലുള്ളവർ, ഗണേഷ് കുമാറിനെ പോലുള്ളവർ, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലുള്ള ഞാൻ മുമ്പത്തെ വോയിസിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തോമസ് ഐസക്ക്, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഉണ്ടായിരിക്കെ ഇപ്പോഴും കേരളത്തിൽ പല ഇഷ്യൂസും നടന്നുകൊണ്ടിരിക്കെ ഒരു പരാതിയില്ലാതെ, ആരും മുമ്പോട്ട് വരാതെ, സോളിഡായിട്ട് പ്രൂഫില്ലാതെ എങ്ങനെയാണ് ക്രൈം ബ്രാഞ്ചിന് ഒരു ടീമിനെ ഫോം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സാധാരണ ഒരു സോളിഡ് പ്രൂഫില്ലാതെ ഒരു FIR ഇടണമെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി വേണം. ഒരു FIR ഇടണമെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അപ്പം എന്തെങ്കിലും ഒരു ഫാക്റ്റിൻ്റെ പുറത്താണ് FIR ഇടേണ്ടത്. ഒന്നീ ഒരു പരാതി വേണം, അതിനുള്ള തെളിവ് ശേഖരിക്കണം. ഇവർക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല, തെളിവുകളില്ല. പിന്നെ എങ്ങനെയാണ് ഇവരൊരു FIR ഇട്ട് മുമ്പോട്ട് ഒരു ടീമിനെ ഫോം ചെയ്യുന്നത്? ഇത് തെറ്റാണ്, ഇതും പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്രൈം ബ്രാഞ്ചിനെ ഫോം ചെയ്തു, അന്വേഷണം ആരംഭിച്ചു, ബാംഗ്ലൂരിലേക്ക് പോയി, ഉടനെ തന്നെ അടൂരേക്ക് പോകും, കൂട്ടുകാരെ, ഇതെല്ലാം ആ മനുഷ്യനായിട്ട് വരട്ടുകയല്ലേ? കേരളം മുഴുവൻ ഇങ്ങനെ ഒരു ടീമിനെ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അല്ല ഇടിഞ്ഞത്. അപ്പോൾ ക്രൈം ബ്രാഞ്ച് ആണെങ്കിലും ഒരു FIR ഇട്ട് മുമ്പോട്ട് ഒരു ടീമിനെ ഫോം ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ക്രൈം ബ്രാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നോട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഈ രാഹുലിനെ എതിർത്തുകൊണ്ട് എന്താ സംഭവിച്ചത്? രാഹുലെ അല്ലെ അതുപോലുള്ള ആ ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മുടെ ഈ പ്രതിപക്ഷം പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നൊരു കാഴ്ച നമ്മൾ നിയമസഭയിൽ കണ്ടത്. ഘടകകക്ഷികളെല്ലാം നിരാശയില്ല. കോൺഗ്രസിനുള്ളിൽ ഒരു കോർഡിനേഷനില്ല. പിണറായിയെ ഇപ്പം രാഹുൽ നിയമസഭയെ വരരുത് വന്നു കഴിഞ്ഞാൽ അറ്റൻഷൻ മുഴുവൻ രാഹുലിലേക്കായി പോകും. സർക്കാരിന് എതിരെ പറയേണ്ടതായ കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് VD സതീശൻ കച്ച എടുത്തിങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ. VD സതീശൻ നിയമസഭയിൽ കിടന്ന് വേർക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? എന്തൊരു കഷ്ടമായി പോയി. ഭരണപക്ഷം ജയഘോഷം വിളിക്കുകയായിരുന്നു. അവർ ആർത്തട്ടഹസിക്കുന്നത്, ഇവരെ ചാവട്ടി മടക്കി പുറത്ത് കളഞ്ഞു. ഇന്ന് ഞാൻ ദയനീയമായിട്ടൊരു കാഴ്ച കണ്ടു. വെളറി വെളുത്ത് നാണിച്ച് ഒരു വലിയ ബാനറൊക്കെ പിടിച്ച് VD സതീശൻ്റെ കെയർഫുൾ കുറേ ആളുകൾ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വരിക. അതിൻ്റെ ആ ബാനറിൻ്റെ ഒരറ്റം പിടിച്ചേക്കുന്നത് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി. VD സതീശൻ നടുക്ക് നിൽപ്പുണ്ട്. മീഡിയ എല്ലാം ഓടിക്കൂടി. എന്താണ് കാരണം? വന്ന് പറയുകയാണ്, പിന്നെ ആ ചെറുപ്പക്കാരനെ, ശുചിത്വം എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ തടവിലിട്ട് മർദ്ദിച്ച പോലീസുകാരെ പുറത്താക്കണം. തീർച്ചയായിട്ടും അത് ചെയ്യണം. കാരണം ആ വിഷ്വൽ കണ്ടപ്പോഴാണ് നമുക്കൊക്കെ ഒത്തിരി വിഷമം തോന്നി. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അതുപോലെ ഒരു ചെറുപ്പക്കാരനല്ലേ ഈ രാഹുലും? എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാർ, KSUക്കാർ അടികൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പിണറായിയുടെ ആ കേരള യാത്രയുടെയൊക്കെ സമയത്ത് അടിച്ച് തകർക്കുകയല്ലായിരുന്നു. അന്നൊക്കെ VD സതീശൻ അവിടെ പോയി. മാത്രമല്ല, ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 വർഷമാണ് കഴിഞ്ഞില്ലേ? അവർക്കെതിരെ എന്തോ അന്ന് ആക്ഷനൊക്കെ എടുത്തെന്ന് പറഞ്ഞു. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു വാഹനത്തിലൊരു ബൈക്കുകാരൻ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്. ഇടിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് ഞാൻ ഓർമ്മയുണ്ട് കേരളത്തിൽ. അന്ന് അവിടെ ഇരുന്ന പോലീസുകാർ എന്നെ ചീത്ത വിളിക്കുക. ഞാൻ വെച്ചിട്ട് എന്തിനാണ് എന്നെ ചീത്ത വിളിക്കുന്നത്? നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം ഇങ്ങനെയാണ്. സംവിധാനം ആ ഒരു സിസ്റ്റത്തിന് ആ മാറ്റം വരേണ്ടത്. അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കണ്ടെന്നോ വേണ്ടാന്നല്ല, തീർച്ചയായിട്ടും വേണം, അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം. പക്ഷേ
നിയമസഭയിൽ ഇപ്പം പറയേണ്ട വിഷയങ്ങൾ ഇതാണോ? വി.ഡി. സതീശനോ അല്ലെ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷം ചിന്തിക്കേണ്ട വിഷയം ഇതാണോ? ഈ കപ്പൽ മുങ്ങത്തില്ല, ഇതിൻ്റെ കപ്പിത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇത് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവർക്കെതിരെ ഇനി എന്നാ പറയാനാ? ഇവരുടെ എന്തോ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തോട് പറയാനാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയത്തില്ലേ? സുനിൽ സാറിന് അറിയത്തില്ലേ? പാലക്കാടുള്ളവർക്ക് അറിയത്തില്ലേ? ഈ സർക്കാർ എങ്ങനെങ്കിലും ഒന്ന് മാറണമെന്ന് കരുതി ആളുകൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക, ദൈവമേ എങ്ങനെയെങ്കിലും ഈ പിണറായി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇടതുപക്ഷം പോലും ആഗ്രഹിക്കുകയാണ്. ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഭരണം ആകെപ്പാടെ വില കയറി ആകെ പ്രശ്നങ്ങളാണ് കേരളത്തിൽ. ഇതുപോലൊരു സർക്കാരിനെ നമ്മൾ കണ്ടിട്ടില്ല. അത് ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇനി ഇദ്ദേഹം നിയമസഭ ഇപ്പോൾ എന്നാ പറയാനാ? കഴിഞ്ഞ 4-5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം ഇരുന്നപ്പോഴേ ഇദ്ദേഹത്തിന് വ്യക്തമായ ഒരു സമരം നയിക്കാനോ അല്ലെ പുറത്തു വന്ന് എന്തെങ്കിലും പറയുകയാണ്. ഇപ്പം ഇന്നലെ തന്നെ അദ്ദേഹം, ഇന്നാന്ന് തോന്നുന്നു, ഇന്നാണോ ഇന്നലെയാണോ, ശബരിമലയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ചിരിക്കുകയാണ്, ഈ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ആൾ. ഞാൻ പറയുന്നത് ശബരിമലയിലെ കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുമ്പം ഇദ്ദേഹം ഓണസ്റ്റ് ആണെങ്കിൽ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിപ്പാണ്, പുള്ളി കളിയാക്കുകയാണ്, ആളുകളെ കളിയാക്കുകയാണ്. സീരിയസ് ആയിട്ടൊരു വിഷയം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരേണ്ടത് എന്താണ്? ആ സീരിയസ്നെസ് ആണ് പറയുന്നത്. അദ്ദേഹം ഓണസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇദ്ദേഹം ഏത് വിഷയമെന്ന് പറഞ്ഞാലും ഇങ്ങനെയില്ല കോമാളികളുടെ കൂട്ടി ചിരിക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ചയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് കാര്യങ്ങൾ വേണ്ടവണ്ണം ഉന്നയിക്കാനോ അല്ലെ സമരം നടത്താനോ പറ്റിയില്ല. ഇപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയം വന്നിട്ട് അവനെ ചവിട്ടി താത്തിട്ട് അവിടെ പോയ ആളായി നോക്കി അവരെല്ലാം കൂടെ ഭരണശാല കൂടെ ചവിട്ടി ഒതുക്കി പുറത്ത് വിട്ടു. നാണക്കേടല്ല. ഇത് തന്നെയാണ് അടുത്ത ഇലക്ഷനിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയോടുകൂടെ കോൺഗ്രസ് ലീഡർഷിപ്പ് അടുത്ത ഇലക്ഷനിലേക്ക് ചെന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ, കാലം കൊണ്ടേ തെളിയിക്കട്ടെ, നിങ്ങൾക്കൊരു കോൺഗ്രസിന് 40 സീറ്റ് പോലും കിട്ടുകയില്ല. കുറച്ച് സീറ്റുകൾ മുസ്ലിം ലീഗിന് കിട്ടും. അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുക അവിടെ പ്രതിപക്ഷത്തിലേക്ക് പോകേണ്ടി വരും. പ്രതിപക്ഷ നേതാവിനെ അവർ തിരഞ്ഞെടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആടിമൂടി മാറ്റം ഉണ്ടായില്ലെങ്കിൽ ബെന്നി ബെഹനാനോ അല്ല എം എ ഹസനോ ഷാഫി പറമ്പൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു ശുദ്ധികലശം കോൺഗ്രസിൽ നടത്താൻ കോൺഗ്രസ് പ്രവർത്തകർ കച്ച മുറുക്കി ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത ഒരു ഭരണം കോൺഗ്രസിൻ്റെ ആയിരിക്കത്തില്ല. ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ആയിരിക്കത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ശ്രീകണ്ഠനും എങ്ങനെയെങ്കിലും ഈ വോയിസ് കേൾക്കുന്നുണ്ട്, ഷാഫിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കാണത്തില്ല, അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് ശ്രീകണ്ഠൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് വരണം. രാഹുലല്ല ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം ലീഡർഷിപ്പാണ്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 3 പേര് നിഴലിൻ്റെ പുറകിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് രാഹുൽ ഒരു തടസ്സമാണ് എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ഷാഫി രാഹുല് അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരടങ്ങുന്ന ഒരു ബെൽറ്റ് അവർക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ അവർ തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് എല്ലാ ഇലക്ഷനും വിജയം. അല്ല വി.ഡി. സതീശൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ക്രെഡിറ്റ് കിട്ടിയത് വി.ഡി. സതീശനാണെങ്കിലും ഈ ചെറുപ്പക്കാരിറങ്ങി അവർ വീടാതിനും കയറുകയും കമ്മ്യൂണിറ്റികളിലെ കുടുംബയോഗങ്ങളിൽ ഇവർ ചെന്ന് പ്രസംഗിച്ചത് കൊണ്ടാണ് ജയം ഉണ്ടായത്. ഇത് മനസ്സിലാക്കി അടുത്തൊരു ലീഡർഷിപ്പിലേക്ക് ശക്തമായിട്ട് ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ ഉള്ളവർ വരുന്നെന്ന് കണ്ടപ്പോൾ അവരെ ചവിട്ടി ഒതുക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ നോക്കിയ ഇപ്പോഴത്തെ നിലവിൽ കേരളത്തിൽ കെ സുധാകരന് ഉള്ളതിൻ്റെ കൂട്ട് ഒരു സപ്പോർട്ട് എത്ര ലീഡേഴ്സിനുണ്ട്? കെ സുധാകരനെ ആദ്യം വേണുഗോപാലും അതുപോലെ തന്നെ വി.ഡി. സതീശനും കൂടെ ചവിട്ടിപ്പുറത്താക്കി. അദ്ദേഹത്തിന് സുഖമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും പയറുപോലെ നടക്കുകയാണ്, വടിയായിട്ട് നടക്കുകയാണ് അല്ലേ? ഇന്നും ഞാൻ സഹിതം അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ദുഃഖിച്ച ആളുകളാണ്. അപ്പം അദ്ദേഹത്തെ പുറത്താക്കി അടുത്ത ഇവരുടെ ലക്ഷ്യം, അതായത് വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും വി.ഡി. സതീശൻ്റെയും ലക്ഷ്യം രാഹുൽ, ഷാഫി, ഫിറോസ് ഇങ്ങനെ തുടങ്ങിയ ആളുകളെ ഒതുക്കുക എന്നുള്ളതാണ്. ഇത് കഷ്ടമാണ് നമ്മുടെ കേരളത്തിനും കോൺഗ്രസിനും. ഞാൻ ഈ വോയിസ് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ കോൺഗ്രസ്സിന് വരണമെങ്കിൽ അടുത്ത ഒരു ലീഡറായിട്ടൊരാളെ ഉയർത്തി കാണിച്ചേ പറ്റൂ. അതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, ഇപ്പോൾ ഹൈക്കമാൻഡിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ലെറ്റർ അയച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാ?
സംഘടന ഇന്ത്യയിലുള്ള സകല ഇലക്ഷനും തോൽപ്പിച്ച് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനം ഗുണം പിടിച്ചിട്ടില്ല. ഈ വേണുഗോപാൽ ജനറൽ സെക്രട്ടറി ആയ പിന്നെ ക്ഷമിക്കണം, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഒരു 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 മന്ത്രിയായിട്ടൊക്കെ ഇരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യയിൽ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടോ ഇരിക്കാനുള്ള ആ ഒരു ലെവലിൽ അദ്ദേഹം ആയിട്ടില്ല. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് മാറുന്നത് പുള്ളിക്കും നല്ലതാണ്, കോൺഗ്രസിനും നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും എല്ലാം നല്ലതാണ്. അദ്ദേഹം അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെന്നാണല്ലോ എല്ലാവർക്കും ആഗ്രഹിക്കാം. പക്ഷേ അദ്ദേഹം ഇവിടെ സാധാരണ ഒരു MP ആയിട്ട് മാത്രം ഇരുന്ന അങ്ങനെ ഒരാൾ അടുത്ത ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഒരു യോഗ്യത അദ്ദേഹത്തിനുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കം പറയത്തില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയുകയില്ല. പിന്നെ VD സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം ഒരു കാരണവശാലും അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നമുക്ക് ഭാവനയിൽ പോലും കാണാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയായിട്ട് പോലും ഇരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലെന്ന് കഴിഞ്ഞ നാളുകളിൽ പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിന്, there is no doubt. ഇനി മൂന്നാമത് രമേശ് ചെന്നിത്തല ഈ കോൺഗ്രസ്സിൽ ഇത്രയും സ്ഥാനങ്ങൾ കിട്ടി വേറൊരാളുണ്ടോ? അദ്ദേഹത്തിന് ഇനിയൊന്ന് റിട്ടയർ ചെയ്തൂടെ? ഇപ്പോഴും ഈ മുടിയും കറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിന് അദ്ദേഹം ഉമ്മൻചാണ്ടി ആ മനുഷ്യൻ ഇന്നില്ലല്ലോ. അദ്ദേഹത്തിന് ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പം, ഈ സരിതയുടെ ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ഈ രമേശ് ചെന്നിത്തല ചെയ്തോ? അദ്ദേഹം പാരപണിയല്ലേ ചെയ്തത്? അന്ന് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഇനിയൊരു മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് ഇദ്ദേഹം ആർക്ക് നന്മ ചെയ്യാനാണ്? അപ്പോൾ ഇവരെല്ലാം കൂടെ നമ്മളെല്ലാം കൂടെ വട്ട് കളിപ്പിക്കുകയാണ്. ഇവർക്ക് സ്ഥാനത്തേക്ക് വരാനുള്ള പൊളിറ്റിക്സാണ് ഇവർ കളിക്കുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, കേരളത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഈ പിണറായി സർക്കാർ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമോ നമ്മൾ കച്ചകെട്ടി ഇറങ്ങണം. ഷാഫി പറമ്പിനെ പോലെയുള്ളവർ, ശ്രീകണ്ഠനെ പോലെയുള്ള, രാഹുലിനെ പോലെ നിങ്ങൾ ഒരു കെട്ടായിട്ട് നിന്ന്, പ്രത്യേകിച്ച് ഫിറോസ്, മുസ്ലിം ലീഗൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കും. VD സതീശനെയും വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മുമ്പോട്ട് നിങ്ങൾ കാണിച്ചാൽ ജനം ഓടിയില്ല. നിങ്ങൾ റിവ്യൂ വായിച്ചു നോക്ക്. ഞാൻ വെറുതെ പറയുന്നത്, നിങ്ങൾ ഈ രാഹുലിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളിൽ വരുന്ന ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ വായിച്ചു നോക്കുക. വീണ്ടും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന്, ഞാൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയാണ് അത് പറയുന്നത്, അല്ലാതെ നമുക്ക് ഈ ആളിൽ നമുക്കറിയത്തില്ല, പേഴ്സണൽ കണ്ടിട്ടില്ല, ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല. ഇപ്പം എൻ്റെ പേര് ജോർജ് എന്നാണ്. പക്ഷേ സുധാകരൻ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ശശി തരൂർ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. പക്ഷേ അവരൊക്കെ നല്ല കോൺട്രിബ്യൂഷൻ, അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. സുധാകരനെ ഞാൻ സഹിതം എല്ലാ ആളും ഇഷ്ടപ്പെടുന്നു. അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഒന്നാമത്, ഇപ്പോൾ ശശി തരൂരിന് പോരായ്മകളുണ്ട്, അദ്ദേഹത്തിന് ഇമ്മച്യൂരിറ്റി ഉണ്ട്, ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് സ്റ്റാൻഡ് എടുക്കാൻ അറിയത്തില്ല. പക്ഷേ ഇന്നും അദ്ദേഹം കോൺഗ്രസ്സിലുണ്ട്, വർക്കിംഗ് പ്രസിഡൻ്റാണ്, പിന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു പ്രാവശ്യം VD സതീശൻ പറഞ്ഞു ശശി തരൂരെ ഊതി വീർപ്പിച്ച ബലൂനാണെന്ന്. അദ്ദേഹം അത് പറയുമ്പോൾ പുള്ളിയുടെ മോഹമൊക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ ശശി തരൂരിനെ ഒതുക്കാനുള്ള വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും, കാരണം ശശി തരൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും, എല്ലാ ഘടകകക്ഷികളും, കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മാത്രം, അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഒന്നിച്ച് ഉണരേണ്ട ഒരു സമയമാണ്. ഒന്നാമത്തെ ഒരു ചോയ്സ് ഉള്ളത് അദ്ദേഹത്തിനാണ്. രണ്ടാമത്തെ, അത് നടക്കത്തില്ല താല്പര്യമില്ലെങ്കിൽ, പാർട്ടിയിൽ തന്നെ വർഷങ്ങളായിട്ട് കണ്ണൂര് ജീവൻ പോലും കളഞ്ഞ് പ്രവർത്തിച്ച ആളാണുള്ള സുധാകരൻ. അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയില്ലേ? നമ്മുടെ VS അച്യുതാനന്ദൻ വലിയ എഡ്യൂക്കേഷനൊന്നും ഉള്ള ആളല്ലല്ലോ. എന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടും കഴിവുകൊണ്ടും സമൂഹത്തിലുള്ള അംഗീകാരം കൊണ്ടും അല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടിരുന്നില്ലേ? അതുപോലെ തന്നെ സുധാകരന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ജനസമ്മതിയുണ്ട് അദ്ദേഹത്തിന്. ജനങ്ങൾ അംഗീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാലിബർ, ഇപ്പോൾ VD സതീശനെ കുറിച്ച് പോലെ പ്രസംഗിക്കാനോ ഒന്നും അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തെക്കാളും സമൂഹത്തിൽ അംഗീകാരവും സ്വഭാവ ഗുണവും കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സും സുധാകരനുണ്ട്. മൂന്നാമതായിട്ട്, ഇതൊന്നും നടന്നില്ലെങ്കിൽ
മൂന്നാമത്തെ സ്ഥാനം ചെറുപ്പമാണെങ്കിലും ഷാഫി പറമ്പിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം ഞാൻ കേട്ടതാണ്. എത്ര എഡ്യൂക്കേറ്റഡാണ് അദ്ദേഹം. ഇംഗ്ലീഷ് പറയുമ്പോൾ നന്നായിട്ടാണ് ഇംഗ്ലീഷ് അദ്ദേഹം പറയുന്നത്. പ്രായം ഇച്ചിരി കുറവാണെന്നുള്ള ഒരു പോരായ്മ ഒഴിച്ചാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കാനുള്ള കഴിവ് ആ മനുഷ്യനുണ്ട്. വടകരയിൽ അദ്ദേഹം ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് MP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ചെന്നപ്പോൾ എന്തോ സ്വീകരണമായിരുന്നു. നമ്മളത് മീഡിയയിൽ കണ്ടതാണ്. കേരളത്തിലെ ചെറുപ്പക്കാരും കുടുംബങ്ങളും അമ്മമാരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നുകിൽ ഒന്നാം സ്ഥാനം ശശി തരൂരിന്, രണ്ടാമത് കെ സുധാകരൻ, മൂന്നാമത് ഷാഫി, നാലാമത്തെ സ്ഥാനം ഇതൊന്നും നടന്നില്ലെങ്കിൽ നാലാമത്തെ സ്ഥാനം മാത്രമേ ഉള്ളൂ രമേശ് ചെന്നിത്തലയ്ക്ക്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് കാണാം അടുത്ത വർഷം ഇവർ കുറച്ച് സീറ്റുമായിട്ട് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. നാളെ രാഹുൽ പാലക്കാട് ചെല്ലുമ്പോൾ ദയവേത് നമ്മുടെ കേരളത്തെ സ്നേഹിക്കുന്നവർ, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നവർ, ആ രാഹുലിൻ്റെ അമ്മയെ ഓർത്ത്, പിതാവ് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, അവന് വേണ്ടി ഏതെങ്കിലും ആളുകൾ ഇഷ്യൂ ഉണ്ടാക്കാനോ എതിർക്കാനോ നിന്നാൽ നിങ്ങൾ സമൂഹം പുള്ളിയുടെ മുമ്പിൽ കോഴി കുഞ്ഞുങ്ങളെ ചിറക് വിരിച്ച് പൊതിയുന്ന പോലെ നിങ്ങൾ ജനങ്ങൾ പൊതിഞ്ഞ അദ്ദേഹത്തിന് ഷാഫി വടകരയിൽ വന്നിറങ്ങിയ പോലെ ഈ രാഹുൽ അവിടെ വരുമ്പോൾ നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകും. നമ്മൾ ഇന്ന് ഇപ്പം ഇസ്ലാം മതമോ ക്രിസ്ത്യൻ ഏതോ എടുത്ത് നോക്കിയോ, തിന്മ ചെയ്യുന്നവർക്ക്, അത് മീഡിയ ആണെങ്കിൽ എല്ലാവരും ഓർത്തോണം, അത് ക്രൈംബ്രാഞ്ചാണെങ്കിൽ, നമ്മൾ തിന്മ ചെയ്താൽ, നമ്മളൊരാൾക്ക് ദോഷം ചെയ്താൽ നാളെ ഇത് തിരിച്ചടിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം, നല്ല രീതിയിൽ ചിന്തിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.